കാണുന്നത് ഇന്നലെ നമുക്ക് താമസ സൗകര്യവും കാര്യങ്ങളും തന്ന് മെയിൻ റോട്ടുമ്പിലേക്ക് നമ്മളെ കയറ്റിവിടുന്നൊരു ഇതാട്ടോ ഈ സുഹൃത്ത് ചെയ്യുന്ന. ഓക്കെ താങ്ക് യു വെരി മച്ച്. ഇയാളാണ്, ഇയാളെ വീട്ടിലാണ് ഇന്നലെ കിടന്നത്. ഇപ്പൊ നമ്മളെ മെയിൻ റോട്ടിൽ കൊണ്ടുവന്ന് വിട്ട് ആളൊരു കോഫിക്കും പറഞ്ഞിട്ട് നമ്മളെ വിടുന്നത്. നമ്മളെ ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയാന്ന് അറിയില്ല അല്ലേ? അല്ല സുധീർ ഭായി? അല്ല സുധീർ ഭായി? യെസ്, ടൂറിസ്റ്റ്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഇന്ത്യ ഓനക്ക് അങ്ങനെ ഇംഗ്ലീഷ് അറിയില്ല എങ്കിലും ഓന്റെ ലാംഗ്വേജ് ആണ് പറയുന്നത്. നമ്മളിപ്പോ നമ്മളെ വണ്ടീനെ മറ്റുള്ള വണ്ടീനെ വെയിറ്റ് ചെയ്തപ്പോ ഓൻ എന്താ ഇവിടെ നിർത്തി എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചാ ഓക്കെ താങ്ക് യു ബ്രോ. താങ്ക് യു ഓക്കെ വെരി മച്ച്. ഓക്കെ താങ്ക് യു. ഈ മലാന്റെ വീഡിയോ തന്നെ എടുത്താൽ എന്താ പറയാ, ഭയങ്കര ഭംഗിയുള്ള മലയാവണ്ട. എന്താ സുധീർ ഭായി? ഭയങ്കര ഭംഗിയുള്ള മലകളാണ്. എന്താ രസം എന്നറിയാ കാണാൻ. ഇറാനിൽ കംപ്ലീറ്റ് മലകളാണ്, പക്ഷെ കണ്ണെന്താ പറയാ ചിമ്മിപ്പോന്ന രീതിയിലുള്ള കാഴ്ചകളാട്ടെ ഈ മലകള്. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ, മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനായി കൂടെയില്ലൊരാളും കൂട്ടിനു വേറെ. ചെങ്കള ഇതൊരു ടണലിന്റെ ഉള്ളിലേക്ക് കയറുന്നതാണ്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ദൂരം. കണ്ടമാനം കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ വീണ്ടും ടണല് കഴിഞ്ഞ് മല വന്നല്ലേ സുധീർ ഭായി? ടണല് കഴിഞ്ഞു വീണ്ടും മലകളുടെ സ്ട്രൈറ്റ് റോഡുകൾ വളവ് ചെങ്കളെ നിസാർ ഫ്രം വയനാടാണ്. ഞങ്ങളിപ്പോ ഇറാന്ന് ഷിറാസിലേക്ക് പോകുന്ന പിന്നെ വഴിയിൽ എണ്ണടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഞങ്ങളൊരു കോഫി കുടിക്കാൻ കയറി. അപ്പോൾ അവിടെ പൈസ കൊടുക്കുന്നത് നമുക്കറിയില്ല. അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. എന്തോ ആവട്ടെ, ഒരു 1-2 ബില്യൺ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ എണ്ണ അടിച്ച് വളരെ ലാഭമാണ് ഇവിടെ എണ്ണക്ക്. ബാക്കി നമുക്ക് പൈസ നമുക്ക് പറയാൻ അറിയില്ല, എത്രയാണെന്ന് മനസ്സിലാകുന്നില്ല. അവര് പറയുന്ന കൂടെ നമ്മൾ കെട്ടങ്ങനെ തന്നെ കൊടുക്കും. ഓലെടുത്തിട്ട് ബാക്കി തരുന്നതാണ് ഇപ്പം നിലവിലുണ്ടായത്. ഇങ്ങനത്തെ പൈസ പരിചയപ്പെടാൻ പറ്റുന്നില്ല, കാരണം മൂല്യം വളരെ കുറവുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. അങ്ങനെ ചങ്ങായിമാരെ ഇന്നലെ വൈകിട്ടടിച്ച എണ്ണ ഓടി തീർന്ന് ഇപ്പൊ രണ്ടാമത് ഒരു പമ്പ് കയറിയാണ്. ഇത് ഏകദേശം നമ്മളെ നാട്ടിലൊക്കെ പമ്പ് പോലെ തന്നെ ഒരു പമ്പ്. ഇവിടുത്തെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല, പൈസ ഏകദേശം സെയിം ആയിരിക്കും. നമ്മളെ വണ്ടിക്ക് ഇപ്പൊ കൊണ്ടത് 42 ലിറ്ററാണ് കേട്ടോ. 42 ലിറ്ററാണ് ഇപ്പോ ഈ പമ്പിൽ നിന്ന് അടിച്ചത്. ഈ കാണുന്ന നമ്മളെ വണ്ടിയില് ഇപ്പോൾ 7 ദിർഹംസിന് ഫുൾ ടാങ്ക് പെട്രോൾ ഇറാനിൽ നിന്നും 7 ദിർഹംസിനാണ് നമ്മളെ വണ്ടി ഫുള്ളായ. തന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ അങ്ങനെ ഇതില് നമ്മളെ വണ്ടിയില് ഏകദേശം 11 റിയാലിന് 15 റിയാലിന് ഫുള്ളായി. 15 റിയാലല്ല ദിർഹംസ്. കണക്കാക്കി നമുക്ക് ഫുള്ളായി. 40 ദിർഹംസിനടുത്ത് 250 കിലോമീറ്റർ നമ്മളെ ദുബൈയിൽ അല്ലേ? അതായത് ഈ വണ്ടിക്ക് 40 ദിർഹംസിന് അടിച്ചു കഴിഞ്ഞാൽ 250 കിലോമീറ്റർ ഓടുന്ന പറയുന്നത് കേട്ടാ. മോനെ ചക്കര, നിങ്ങളെ വണ്ടിക്ക് എത്ര രൂപ അടിച്ചടാ? നമ്മുടെ വണ്ടിക്ക് ഒരു 18 ലക്ഷം രൂപ. 18 ലക്ഷം രൂപ ഏകദേശം. നമ്മളെ 20 ദിർഹംസ് 45 ദിർഹംസ്. ഭയങ്കര ലാഭമല്ല ഇവിടെ ഉണ്ടെങ്കിൽ. എന്റെ മാണികക്കല്ലിന് 7 ദിർഹംസ് അടിച്ചപ്പോ എന്തായി? പെട്രോൾ ടാങ്ക് ഫുള്ളായി കേട്ടോ. UAE 7 ദിർഹംസിന് ഇവിടുത്തെ ഏകദേശം വലിയ കണക്കിന് പൈസ വരും. എന്റെ വണ്ടി ഫുള്ളായി കേട്ടോ. ഒരു ചായ എല്ലാവർക്കും വേണം. ഒരു ചായക്ക് 1.5 ലക്ഷം രൂപ ഇടാം. അപ്പൊ നമുക്ക് മറ്റേ വേണ്ട എത്ര വേണം നോക്കടാ.
പിന്നെ ഇവിടുത്തെ പഞ്ചസാര എങ്ങനെയാണ്? ഒരു കോലുമ്പില് ഇത് പഞ്ചസാര കാണുന്നത്. ഇതിനെന്താക്കുക? ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇളക്കുക. ഇതാണ് പഞ്ചസാര കേട്ടോ. 9 ലക്ഷം ഉറുപ്പ്യാണ് 6 കട്ടത്തെ വാങ്ങിയിട്ട്. കാരണം പറഞ്ഞ് ഇവിടെ ഒരാൾ വന്ന് കുടിക്കാൻ പറ. അക്രം അസാദി. അക്രം അസൽ. അസാദി. ഓക്കെ. ഈ കാണുന്ന കൃഷി മലയുടെ താഴ്വാരത്ത് ഉള്ളിക്കൃഷിയാണ് കാണുന്നത്. നിസാർപുരം വയനാടാണ്. മലയാളികൾ ഞങ്ങൾ പോകുന്ന റൂട്ടിൽ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനൊന്ന് പരിചയപ്പെടണേ. നിങ്ങളൊന്നും തരണ്ട, പക്ഷെ നിങ്ങളൊന്ന് പരിചയപ്പെടണം. ഞങ്ങൾ പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് പരിചയപ്പെടണേ. ഓക്കെ, ബൈ. ദീർഭായിൻ്റെ ഒന്നിച്ചിരിക്കുന്ന പിള്ളേർ ഇവിടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ആ ഹോട്ടലിൻ്റെ ഓണർ മക്കളാട്ടത് ഇവിടുത്തെ ഒരു റൊട്ടി ചുടുന്നതായി കാണുന്നുണ്ട്. ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയോടു കൂടിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മേലൊരു മുട്ട വെച്ച് മുട്ട കൈകൊണ്ടാണെങ്കിൽ ഗ്ലൗസിലിട്ട് അടിപൊളി വൃത്തിയായിട്ട് കേട്ടോ. भाई नाम क्या है? नाम क्या है? नाम क्या है? അമീർ. हाँ? അമീർ അമീർ അമീർ. അമീർ എന്ന് പറയുന്ന പീടിയാണ് കേട്ടോ ഇത്. ഈ കാണുന്ന പീടിയ. നമ്മളെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ നമ്മളൊരു തോപ്പിടിക്കാൻ വേണ്ടി വൃത്തിയാണ്. ഇപ്പൊ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അതിന്റെ ഓണർ നമുക്ക് മൾബറി ഇല്ലേ, എന്റെ മുറ്റത്തുള്ള മൾബറി പറിച്ചു തിരിഞ്ഞേക്ക് കാണുന്നു കേട്ടോ. മൾബറി എന്താ പഴുത്തിട്ടില്ല, നമുക്കത് ടേസ്റ്റ് നോക്കട്ടെ. ആ ഇവിടെ എങ്ങനെയാ കേട്ടോ. ഇത്രയുള്ള പരിപാടി അതെ ഉണ്ടല്ലോ, ഇത്രയുള്ള പരിപാടി ഇതിൽ നിങ്ങൾ കുറിച്ച് പറഞ്ഞു കൂടുതൽ കിട്ടിയ ഈ ഒരു നോട്ടിന്റെ വാല്യൂ $20 $2 ഇത് $2 $2.5 താഴെ വരും. 7 ദിറം ഒരു ഇതിന് $2. ഒരു ബൈക്കുമ്പോൾ യാത്ര ചെയ്യുന്നേ കാണുന്ന കേട്ടോ. ഫുള്ള് മൂടി പോച്ചിട്ട ഭയങ്കര ചൂടുമാണ്. ഹായ്, നിസാർ ഫ്രം വയനാടാണേ. സുധീർ ഭായ്, അപ്പൊ നമ്മള് നിങ്ങളെ ഫ്രണ്ടിന്റെ പിന്നെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മള് യാത്ര വീണ്ടും തുടങ്ങി അല്ലേ? പോയിക്കൊണ്ട് യെസ്. അപ്പൊ ഞങ്ങള് സെറാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇൻഷാല്ലാ എല്ലാവരും കൂടെ കൂട്ട, പ്രത്യേകിച്ച് ദുആ ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇതിനേലും കയറുള്ളൂ. ഇറാൻ കണ്ടില്ലേ, ഏതാണ് രാജ്യം എന്നുള്ളത് അറിയാം. ഈ വീഡിയോയില് ഫുള്ള് കുന്നുമലയും കാണിക്കുന്നത് ഭയങ്കര രസമുള്ള മലകളായതുകൊണ്ടാണ് കേട്ടോ. ഭയങ്കര സ്റ്റൈലായി മലക്ക്. ഷിറാസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി വണ്ടി ഇവിടെ സ്ഥലത്ത് ആൾട്ട് ചെയ്ത്
നമ്മളൊന്നിച്ചുള്ള ആളുകൾ നമ്മളെ റൂം നോക്കാൻ പോയിട്ടുണ്ട്. ഇൻഷാല്ലാ 24ാമത്തെ ദിവസം നമ്മൾ എവിടെ ലാൻഡ് ചെയ്തു? ഷിറാസിൽ ലാൻഡ് ചെയ്തു. നാളെ രാവിലെ ഇൻഷാല്ലാ ഇവിടുന്ന് എവിടത്തേക്ക്? ടെഹ്റാനിലേക്ക് വിടും. ഓക്കെ, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് വന്ന് ഹാൾട്ട് ചെയ്യുന്ന സ്ഥലമാണിത്. റൂം എടുക്കാൻ രണ്ടാൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്ത റൂമാണ്. താൽക്കാലികം നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാണ്. നല്ല സ്ഥലമാണ്. നമ്മളെ നാട്ടിലെ പോലെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അല്ലേ? അതെ അതെ അതെ. സുനീർ ഭായ്, ഇവര് പോയിട്ട് കുറെ ടൈമായല്ലോ. അവര് ഹോം സ്റ്റേ നോക്കാൻ പോയതാണ്. ആ അത് ചിലപ്പോ നടന്നു വരില്ല. ആ. ചിലപ്പോ ഇന്ന് നമ്മള് ടെറാസിൽ എവിടെയെങ്കിലും ടെന്റടിച്ച് താമസിക്കുകയും അതുപോലെ നിസാർക്കാട് രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഇന്ന് മിക്കവാറും ടെന്റിലാണ് കിടക്കുക അല്ലേ? അങ്ങനെയാണ് സാധ്യത. നമ്മളെ കാത്തു നിൽക്കുന്ന ഇതുവരെ എത്തിയിട്ടില്ല. നിന്ന് കാല് വേദനെടുത്ത് വണ്ടിയിൽ നിന്ന് സ്റ്റൂൾ എടുത്ത് വെച്ച് ഇവിടെ ഇരുന്നിട്ടായിരുന്നു അല്ലേ സുധീർ ഭായ്? അതെ അതെ അതെ. ഭയങ്കരമായിട്ട് എന്താ പറയാ ക്ഷീണം. ഒന്നും നോക്കണ്ട, ഇപ്പൊ വരുമല്ലോ റൂം എടുത്തിട്ട് ഒന്ന് ഫ്രഷാകുക, കിടന്നുറങ്ങുക, കുറച്ച് ഫുഡ് ഉണ്ടാക്കുക. കലാസ് ഞങ്ങൾക്ക് ഇന്ന് സ്റ്റേ കിട്ടി ഇവിടെയാണ്. ഇൻഷാല്ലാ ഇവിടുന്ന് രാവിലെ നമ്മൾ പിന്നെ ടെഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം 1200 കിലോമീറ്റർ ഉണ്ട്. രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും ഫ്രഷായിട്ട് നമ്മളിവിടെ വിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണുന്നത് റൂമിന്റെ പൈസ കൊടുക്കുന്നതാണ്. കാരണം ഏകദേശം ഒരു $30 നാട്ടിലൊരു 2800 റുപ്യന്റെ അടുത്ത് വരും. ഇവരെ കണക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 2.5 കോടി റുപ്യന്റെ അടുത്ത് വരും ഇവിടുത്തെ പൈസ. ചങ്കള ഇന്ന് നമുക്ക് ഒരു സ്റ്റേ കിട്ടിയത് സിറാസില് ഒരു ഒരു വീട്ടിലാണ്. വീടന്നെ ഇവര് വാടക കൊടുക്കുന്ന റെന്റിന് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മളെ UAE ടു ഇന്ത്യ ടൂറിൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അത് ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും പിന്നെ അതേപോലെ നല്ല ഫ്രഷ് മട്ടൺ. ഇതിന് ആകെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടില് 2,200 ഇറച്ചി വാങ്ങിയത്. നാട്ടിലെ പൈസ എന്ന് പറഞ്ഞാൽ ഒരു 175-200 റുപ്യാണ് നാട്ടിലെ പൈസ. പിന്നെ അപ്പം ഇന്നത്തെ ഫുഡ് കാണിച്ച് ഇൻഷാല്ലാ കൂടെ കൂട്ടാം. ഓക്കെ, ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും പിന്നെ അതേപോലെ മട്ടൻ കറിയാണ് കേട്ടാ. നമ്മളെ സുനീർ ഭായി